ഹലോ ഫ്രണ്ട്സ്, ടെക് ഇലക്ട്രോണിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നുള്ളത് ഒരു നീഡയുടെ അൾട്രാ സ്ലിമിന്റെ കിറ്റാണ്. ഇതിന്റെ പവർ ലൈറ്റ് മിന്നി മിന്നി നിൽക്കും, സെറ്റ് ഓസിലേറ്റ് ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ സീരിയൽ കൊടുത്ത് ഓൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കുമ്പോൾ അറിയാം, നല്ല സീരിയൽ ബൾബ് മിന്നി മിന്നി നിൽക്കുകയാണ്. ഇപ്പോൾ എന്താ കംപ്ലൈൻറ്റ് നോക്കാം, വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് LOTയിലേക്കുള്ള സപ്ലൈ ഒന്ന് ഒഴിവാക്കി വിട്ടിട്ട് നോക്കണം. ആ സൈഡിലാണോ പ്രശ്നം നമുക്ക് അറിയാൻ പറ്റും. ഇത് B+ന്റെ റെസിസ്റ്റൻസ് ആണിത്. ഇപ്പോൾ നമ്മൾ B+ലേക്കുള്ള സപ്ലൈ നമ്മൾ ഒഴിവാക്കി വിട്ടിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോഴും ബൾബ് അങ്ങനെ തന്നെ മിന്നി മിന്നി നിൽക്കുകയാണ്. ഇനി നമുക്ക് വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് 110ന്റെ സപ്ലൈ ആണ്. അവിടെ 47, 48, 50 വോൾട്ട് അത്രയാണ് വരുന്നത്. അതുപോലെ ഇത് മൈനസ് വോൾട്ടേജ് ആണ്. എല്ലാ വോൾട്ടേജും കുറവാണ്. ഞാൻ സെറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. പിന്നെ മീറ്റർ DC 600 സെറ്റ് ചെയ്ത് ഇനി നമ്മുടെ കപ്പാസിറ്ററിൽ മെയിൻ ഫിൽറ്ററിൽ വോൾട്ടേജ് എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കാം. മെയിൻ ഫിൽറ്ററിന്റെ വോൾട്ടേജ് വേരി ആവുകയാണ്. കണ്ടല്ലോ, പല വോൾട്ടേജുകളും കാണിക്കുന്നുണ്ട്. മെയിൻ ഫിൽറ്ററിലെ വോൾട്ടേജുകൾ വേരി ചെയ്യുന്നു. അപ്പോൾ സെറ്റ് ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഈ നമ്മുടെ ഡയോഡുകൾ ഒന്ന് മീറ്ററിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മീറ്റർ നമ്മൾ കണ്ടിന്യൂറ്റി മോഡിൽ ഇട്ടിട്ടുണ്ട്. ഈ ഡയോഡ് ഓക്കെ ആണ്. ഓക്കെ, മൂന്നാമത്തെ ഡയോഡാണ്. അപ്പൊ നമ്മുടെ AC സൈഡിലെ എല്ലാ ഡയോഡുകളും ഓക്കെ ആണ്. ഓക്കെ, ഇനി നമ്മുടെ ഫിൽറ്റർ കപ്പാസിറ്റർ കംപ്ലൈന്റ് വന്നാലും ഇത് വരും. മെയിൻ ഫിൽറ്റർ വീക്ക് ആണെന്നുണ്ടെങ്കിൽ അത് വരും, ഒരു കംപ്ലൈന്റ് വരാം. അപ്പൊ ഞാനിതൊരു വേറൊരു ഫിൽറ്റർ കപ്പാസിറ്റർ ആണ്, 100 MFD 450. അത് ഞാൻ ഈ ഫിൽറ്ററിന്റെ മേളിൽ കൂടെ ഒന്ന് സോൾഡർ ചെയ്തിട്ട് നമ്മുടെ വോൾട്ടേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെൽ ബട്ടൺ അമർത്തണം. ലേറ്റസ്റ്റ് വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഒപ്പം മറക്കാതെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് അറിയിക്കണം. അപ്പോൾ നമ്മളിത് ഈ ഫിൽറ്റർ ഇതിൻ്റെ മേളിൽ കൂടെ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് നമ്മുടെ വോൾട്ടേജ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ മെയിൻ ഫിൽറ്ററിലെ വോൾട്ടേജ് 270 ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഫിൽറ്റർ സോൾഡർ ചെയ്തിട്ട് നമ്മുടെ വോൾട്ടേജ് സ്റ്റഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫിൽറ്റർ വീക്കാണ്. അപ്പോൾ നമുക്ക് ഇത് ഇളക്കിയിട്ട് ആ ഫിൽറ്റർ മെയിൻ ഫിൽറ്റർ കപ്പാസിറ്റർ ഒന്ന് മാറ്റിയിടാം.
അപ്പോൾ നമ്മൾ മെയിൻ ഫിൽറ്റർ കപ്പാസിറ്റർ ഇളക്കിയെടുത്ത് ഫിൽറ്റർ കപ്പാസിറ്റർ ബൾജ് ചെയ്ത് വെക്കുകയാണ്. ഫിൽറ്റർ കപ്പാസിറ്റർ ബൾജ് ആയിട്ടുണ്ട്, കിലിങ്ങുന്നുണ്ട്. അപ്പോൾ അതിന് പകരം നമുക്ക് വേറൊരു ഫിൽറ്റർ കയറ്റിയിടാം. ഇത് 220 MFD 450 വോൾട്ടാണ് ഈ കപ്പാസിറ്റർ. അപ്പോൾ നമ്മൾ വേറൊരു കപ്പാസിറ്റർ എടുത്തിട്ടുണ്ട്. ഇത് 220 400 വോൾട്ടാണ്. കപ്പാസിറ്റർ ഇടുമ്പോൾ നമ്മൾ പൊളാരിറ്റി ശ്രദ്ധിക്കണം. പൊളാരിറ്റി നോക്കി വേണം നമ്മൾ കപ്പാസിറ്റർ ഇടാൻ. രണ്ട് ലെഗും നമ്മൾ സോൾഡർ ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പോൾ രണ്ട് ലെഗ് നമ്മൾ സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സെറ്റ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. സെറ്റ് നമ്മൾ ഓൺ ചെയ്തു. അപ്പോൾ നമ്മുടെ മെയിൻ ഫിൽറ്റർ വോൾട്ടേജ് 255 വോൾട്ട് ഉണ്ട്. 289. ബി പ്ലസ് വോൾട്ടേജ് 115 ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ആ ഇളക്കി വിട്ടേക്കുന്ന ഈ ബി പ്ലസിന്റെ LOT-യിലേക്കുള്ള കണക്ഷൻ, ആ റെസിസ്റ്റൻസ് നമ്മൾ തിരിച്ച് സോൾഡർ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ബി പ്ലസ് ലൈന് നമ്മൾ സോൾഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തിരിച്ച് കൊടുത്ത് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് ഓസിലേറ്റ് ചെയ്യുന്നുണ്ടോ നോക്കാം. LOT ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഔട്ട്പുട്ട് ലൈനാണ്, 180ന്റെ ലൈനാണ്. നമുക്ക് 140 വോൾട്ട് വന്നിട്ടുണ്ട്. നമ്മൾ യോക്ക് കണക്ട് ചെയ്തിട്ടില്ല. അപ്പൊ നമുക്കിനി ഇതൊരു ട്യൂബിലോട്ട് കണക്ട് ചെയ്യണം. ട്യൂബിൽ കണക്ട് ചെയ്ത് നമ്മുടെ പടം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇതിനകത്ത് കുറച്ച് ഡ്രൈ ഉണ്ട്. വെർട്ടിക്കൽ സൈഡൊക്കെ നമ്മൾ ഈ വർക്ക് ചെയ്യുമ്പം ലൂസ് വരാൻ സാധ്യതയുണ്ട്. വെർട്ടിക്കൽ സൈഡൊക്കെ ഒന്ന് ഡ്രൈ അടിച്ചു വിടാം. നമ്മുടെ കയ്യിൽ ഏത് കിറ്റ് വന്നാലും ഈ ഡ്രൈ സോൾഡറിങ് ഒന്ന് ശ്രദ്ധിക്കണം, അതുണ്ടാവും ഇതിനകത്ത്. ഈ വെർട്ടിക്കൽ സൈഡിലും നമ്മൾ ഈ AV കൊടുക്കുന്ന സൈഡിലും ഡ്രൈ സോൾഡറിങ് മിക്കവാറും ഉണ്ടാവും. അതൊന്ന് സോൾഡർ ചെയ്ത് വിട്ടേക്കുക. ഓക്കെ, ഇനി നമുക്കിതൊരു ട്യൂബിലോട്ട് കണക്ട് ചെയ്യാം. ട്യൂബിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. സെറ്റ് ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഡയറക്റ്റ് കുത്തി ഓൺ ചെയ്യാം.
സ്വിച്ച് നമ്മൾ ഡയറക്റ്റ് കുത്തി ഓൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ബ്ലൂ സ്ക്രീൻ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പടവും കൂടെ ഒന്ന് കൊടുത്തു നോക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.